പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. രൂപയുടെ മൂല്യത്തകർച്ച യുഎസിലേക്കും യൂറോപ്യൻ യൂണിയനിലേക്കുമുള്ള കയറ്റുമതിയുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ. ആഭ്യന്തര നിർമ്മാതാക്കളെ വില കുറഞ്ഞ ഇറക്കുമതിയിൽ നിന്ന് സംരക്ഷിക്കാൻ ഇത് സഹായിക്കുമെന്നും വിലയിരുത്തൽ. ലോകമെമ്പാടുമുള്ള കറൻസി പ്രവണതകളുടെ പശ്ചാത്തലത്തിൽ രൂപയുടെ മൂല്യത്തകർച്ച പരിഗണിക്കേണ്ടതുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. വളർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥകളുടേതുൾപ്പെടെ മറ്റ് മിക്ക കറൻസികളെയും അപേക്ഷിച്ച് രൂപയുടെ മൂല്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് വിലയിരുത്തൽ. രൂപയുടെ മൂല്യത്തകർച്ച ആഭ്യന്തര നിർമ്മാതാക്കളെ വില കുറഞ്ഞ ഇറക്കുമതിയിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുകയും അവരുടെ വിപണി വിഹിതം നിലനിർത്താൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട്. അമിതമായ രൂപയുടെ മൂല്യത്തകർച്ചയെക്കുറിച്ച് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അസ്ഥിരത നിയന്ത്രിക്കാൻ ആവശ്യമായ വിദേശ നാണ്യകരുതൽ ഇന്ത്യയിലുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ ഉറപ്പു നൽകി. ചരിത്രപരമായി രൂപയുടെ മൂല്യം പ്രതിവർഷം 2 മുതൽ 5% വരെ ഇടിഞ്ഞിട്ടുണ്ട്. 2019 മുതൽ ആഗോള പ്രവണതകൾക്കനുസൃതമായി 3.3% ശരാശരി മൂല്യത്തകർച്ച. ഈ പ്രവണത അനുസരിച്ച് ഈ വർഷം ഇത് 3% കുറയുകയാണെങ്കിൽ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 88 രൂപയിലെത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്കുള്ള ഡീസൽ കയറ്റുമതി വർദ്ധിച്ചു. യൂറോപ്പിലെ റിഫൈനറികളിൽ ഉൽപ്പാദനം വർദ്ധിച്ചതിനാൽ ഇവിടേക്കുള്ള കയറ്റുമതി കുറഞ്ഞതാണ് കാരണം. ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 9 മാസങ്ങളിൽ ഇന്ത്യൻ റിഫൈനർമാർ പ്രതിദിനം 1,40,000 ബാരൽ ഡീസൽ കയറ്റുമതി ചെയ്തു. മുൻവർഷം ഏകദേശം 2,45,000 ബാരലാണ് പ്രതിദിനം കയറ്റുമതി ചെയ്തിരുന്നത്. 42% ഇടിവാണ് രേഖപ്പെടുത്തിയതെന്ന് എനർജി കാർഗോ ട്രാക്ടർ വോർട്ടെക്സ് അഭിപ്രായപ്പെട്ടു. ഈ കാലയളവിൽ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തത് 27% ആണ്. മുൻവർഷത്തെ 44% നിന്ന് കുറവ് രേഖപ്പെടുത്തി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഈ വ്യാപാര മാറ്റത്തിന് കാരണം യൂറോപ്പ്, US, ഗൾഫ് കോസ്റ്റ് എന്നിവിടങ്ങളിലെ റിഫൈനറി ഉൽപ്പാദനം വർദ്ധിച്ചതാണ്. US, ഗൾഫ് കോസ്റ്റ് റിഫൈനർമാർ യൂറോപ്പിലേക്ക് അധികമായി ഡീസൽ കയറ്റുമതി ചെയ്തു വരുന്നു. യൂറോപ്പിലേക്കുള്ള വിതരണ ആവശ്യം കുറഞ്ഞതിനാൽ കയറ്റുമതിക്കാർ ആഫ്രിക്കയിലേക്ക് വിതരണം വഴിതിരിച്ചുവിട്ടു. ഇത് കഴിഞ്ഞ വർഷം ഇന്ത്യൻ ഡീസലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യസ്ഥാനമായി ഉയർന്നു. 2024 ഏപ്രിൽ-ഡിസംബർ കാലയളവിൽ ആഫ്രിക്കയ്ക്ക് ഏകദേശം പ്രതിദിനം 1,30,000 ബാരൽ ഇന്ത്യൻ ഡീസൽ ലഭിച്ചു. മുൻ വർഷത്തേക്കാൾ 25% വർധന രേഖപ്പെടുത്തി. ഇത് ഇന്ത്യയുടെ ഡീസൽ കയറ്റുമതിയിൽ ആഫ്രിക്കയുടെ വിഹിതം 24% നിന്ന് 32% ഉയർത്തി. യൂറോപ്പിലെ സ്വന്തം റിഫൈനറികളിൽ നിന്നുള്ള സപ്ലൈ ഉയരുകയും US-ൽ നിന്ന് വലിയ അളവുകൾ എത്തുകയും ചെയ്തതോടെ യൂറോപ്പിൽ ഡീസലിന്റെ മാർജിൻ കുറഞ്ഞുവെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ബാഗേജ് അലവൻസ് വർദ്ധിപ്പിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമാണ് ഈ തീരുമാനം. ഗൾഫിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികൾക്ക് സന്തോഷ വാർത്തയുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. നാട്ടിൽ നിന്ന് ഇനി 30 കിലോഗ്രാം ബാഗേജുമായി ഗൾഫിലേക്ക് യാത്ര ചെയ്യാനാകും. മുൻപ് ഇത് 20 കിലോയായിരുന്നു. ഇന്നലെ മുതൽ തീരുമാനം പ്രാബല്യത്തിലായി. ഈ മാസം 15-ന് ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് പുതിയ ബാഗേജ് ആനുകൂല്യം ലഭിക്കുക. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നവർക്ക് നേരത്തെ 30 കിലോ ബാഗേജ് അനുവദിച്ചിരുന്നെങ്കിലും നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്നവർക്ക് 20 കിലോ ബാഗേജ് അലവൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ തീരുമാനപ്രകാരം നാട്ടിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്കും 30 കിലോ ബാഗേജ് അനുവദിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. അതേസമയം എക്സ്പ്രസ് ബിസ് വിഭാഗത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് പുതിയ മാറ്റം ബാധകമല്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗൂഗിൾ പേ ഇനി സൗദി അറേബ്യയിലും. ദേശീയ പേയ്മെന്റ് സംവിധാനമായ മദ വഴിയാണ് സൗദിയിൽ ഗൂഗിൾ പേ സേവനം ലഭ്യമാവുക. സൗദി സെൻട്രൽ ബാങ്കും ഗൂഗിളും സൗദി അറേബ്യയിൽ ഗൂഗിൾ പേ അവതരിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചു. സൗദി വിഷൻ 2030ന്റെ ഭാഗമായി രാജ്യത്തിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് ഇക്കോസിസ്റ്റം മെച്ചപ്പെടുത്തുന്നതിനുള്ള സെൻട്രൽ ബാങ്കിന്റെ നടപടികളുടെ ഭാഗമായാണിത്. വിപുലമായ ഡിജിറ്റൽ പേയ്മെന്റ് സൊല്യൂഷനുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുക. സ്റ്റോറുകളിലും ആപ്പുകളിലും വെബിലും വാങ്ങലുകൾ നടത്തുന്നതിന് ഗൂഗിൾ പേ ഉപയോക്താക്കൾക്ക് വിപുലമായതും സുരക്ഷിതവുമായ ഒരു രീതി നൽകും. ഉപയോക്താക്കൾക്ക് അവരുടെ കാർഡുകൾ ഗൂഗിൾ വാലറ്റിൽ സൗകര്യപ്രദമായി ചേർക്കാനും നിയന്ത്രിക്കാനും കഴിയും. വിപണി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഫിൻടെക്കിലെ ആഗോള നേതാവെന്ന നിലയിൽ സൗദി അറേബ്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള വിപുലമായ പരിഹാരങ്ങളുടെ ഭാഗമാണ് ഈ സംരംഭം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ ബയോമെട്രിക് രജിസ്റ്റർ ചെയ്യാത്തത് 1.5 ലക്ഷത്തിലധികം വിദേശികൾ. കാലാവധി കഴിഞ്ഞിട്ടും ബയോമെട്രിക് ചെയ്യാത്തവരുടെ സർക്കാർ ബാങ്ക് സേവനങ്ങൾ തടസ്സപ്പെടും. ബയോമെട്രിക് രജിസ്ട്രേഷൻ പുതുക്കാത്തവർക്ക് ഈ മാസം 31 വരെ അവസരമുണ്ടെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. 6 ഗവർണറേറ്റുകളിലും ബയോമെട്രിക് രജിസ്ട്രേഷന് നിശ്ചിത കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മെറ്റ പ്ലാറ്റ്ഫോം, സഹൽ ആപ്പ് എന്നിവയിൽ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത് വേണം ബയോമെട്രിക് നടപടികൾക്ക് അതത് സെന്ററുകളിൽ എത്താൻ. 16,000 സ്വദേശികളും ബയോമെട്രിക് പൂർത്തിയാക്കാനുണ്ട്. കാലാവധി കഴിഞ്ഞിട്ടും ബയോമെട്രിക് പൂർത്തിയാക്കാത്തവരുടെ സർക്കാർ ബാങ്ക് സേവനങ്ങൾ മുടങ്ങും.
സന്ദർശക വിസയിലെത്തുന്നവരും ബയോമെട്രിക് പൂർത്തിയാക്കണം. അല്ലാത്തപക്ഷം യാത്ര മുടങ്ങും. സന്ദർശക വിസയിലെത്തുന്നവർക്ക് വിമാനത്താവളത്തിൽ രജിസ്ട്രേഷൻ നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.